യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, പുതിയൊരു പ്രഭാതത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൽ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാവുകയും ഈശോയുടെ അമ്മ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന സമയം 37-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈശോയുടെ അമ്മ അസന്ധിഗ്ധമായിട്ട് അങ്ങനെ പറഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തിക്കും ദൈവത്തെ നോക്കിക്കൊണ്ട് വളരെ വിശ്വാസപൂർവ്വം പറയാം, എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന്. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം തരുവാൻ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ, ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കുവാൻ, ജോലി സാഹചര്യത്തിന് വഴി തുറക്കുവാൻ, ഏത് പ്രതിസന്ധികളിൽ നിൽക്കുന്നവർക്കും ആ പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് പറയുവാൻ സാധിക്കണം, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന്. എല്ലാം സാധ്യമായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.